ഈ പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മാധ്യമങ്ങൾ കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് എനിക്ക് പരിചയമില്ല, അയാൾ പിന്നെ തന്ത്രിയുടെ മേശാന്തിരെ സഹായിയായിട്ട് വന്നതാണ്. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്ത്രിയാണ്. തന്ത്രി പിന്നെ എങ്ങനെ വന്ന് ഇദ്ദേഹം ബാംഗ്ലൂരിലെ ജലഹള്ളിയിലെ ശാന്തിക്കാരനായിരുന്നു. അപ്പോൾ തന്ത്രി റെക്കമെൻഡ് കൊണ്ടുവന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്ന് വെച്ചാൽ തന്ത്രിയിലേക്ക് നീക്കിവിടാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്, ഈ രേഖകൾ കിട്ടിയപ്പോൾ മനസ്സിലാവുന്നത് ഇയാൾ പഠിച്ച കള്ളൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ആ പഠിച്ച കള്ളനായതുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ അന്ന് അത്തരം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം കൊടുത്തത്. പുള്ളി അറസ്റ്റ് ചെയ്യില്ല എന്നായിരുന്നു അന്ന് ധരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ അറസ്റ്റ് ചെയ്തതോടുകൂടി പത്മകുമാറിൻ്റെ കള്ളി വെളിച്ചത്തായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നതോടുകൂടി കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അല്ല, അതാണ്. അപ്പോൾ ഈ ജയറാമിൽ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? അദ്ദേഹത്തെ സാക്ഷിയാക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ? അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് മണിക്കൂറുകളെടുത്ത് പൂജ നടത്തി ഇദ്ദേഹം ദക്ഷിണയായി ലക്ഷക്കണക്കിന് രൂപ ഈ പോറ്റിക്ക് നൽകിയതായും വിവരങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിപ്പോൾ ജയറാമിൽ മാത്രം ഒതുങ്ങും തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.